അംഗബലത്തിൽ മുന്നിലായിരുന്നുവെങ്കിലും കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കമാണ് തൊടുപുഴ നഗരസഭയിൽ യുഡിഎഫിനെ പ്രതിപക്ഷത്തിരുത്തിയത്. തർക്കങ്ങൾ പരിഹരിച്ച ഒടുവിൽ യുഡിഎഫ് വീണ്ടും അവിശ്വാസം നൽകി. സ്വതന്ത്രൻ അടക്കം 14 പേർ ഒപ്പിട്ട നോട്ടീസാണ് നൽകിയത്. എന്നാൽ ഇത് പാസ്സാവണമെങ്കിൽ 18 പേരുടെ പിന്തുണ വേണമായിരുന്നു. 8 അംഗങ്ങളുള്ള BJP അവിശ്വാസ ചർച്ചയിൽ നിന്നും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും പ്രഖ്യാപിച്ചു. അംഗങ്ങൾക്ക് ജില്ലാ നേതൃത്വം വിപ്പ് നൽകി. എന്നാൽ UDF കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ച് വിപ്പ് ലംഘിച്ച് BJPയിലെ 4 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. അവർ പറയുന്നത് പോലെയല്ല, ഞങ്ങളുടെ LDFന്റെ കൗൺസിലർമാർക്ക് 2 വാർഡുകളിലാണ് ഈ 17 വാർഡുകളിൽ ഇട്ടപ്പോഴും ഇടാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ UDFന്റെയും BJPയുടെയും വാർഡുകളിൽ തന്നെയാണ് ലൈറ്റുകൾ ഇട്ടിട്ടുള്ളത്. ഇതാണ് അവിശ്വാസത്തിൽ അവർ ഊന്നി പറഞ്ഞത്. നഗരസഭാ ഭരണത്തിലെ വീഴ്ചയിൽ പ്രതിഷേധിച്ചാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നാണ് കോൺഗ്രസ് നിലപാട്. ഇതേ നിലപാടുള്ള BJP അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതിൽ മറ്റ് ധാരണകളില്ലെന്ന് UDF വിശദീകരിക്കുന്നു. ഇവിടെ കൗൺസിലിൽ ഒരു കാര്യവും നടക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചെയർപേഴ്സൺ മുമ്പോട്ട് പോകുന്നത്. ഒരു കൗൺസിൽ കൃത്യസമയത്ത് വിളിച്ചു ചേർക്കുന്നില്ല, അല്ലെങ്കിൽ കൗൺസിലിലെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. തൊടുപുഴയിൽ LDF ഭരണം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കില്ലെന്നാണ് വിപ്പ് ലംഘിച്ച BJP അംഗങ്ങളുടെ നിലപാട്. ഒരു CPMന്റെ ഭരണസമിതിയെ നിലനിർത്തേണ്ട ചുമതല ഞങ്ങൾക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 18 അംഗങ്ങൾ മതി ഈ ഭരണം പോകുവാൻ വേണ്ടിയിട്ട്. വ്യക്തി താല്പര്യവും പ്രതിഫലവും കൈപ്പറ്റിയാണ് ചിലർ വിപ്പ് ലംഘിച്ചതെന്നാണ് BJPയിലെ ഔദ്യോഗിക വിഭാഗം ആരോപിക്കുന്നത്. BJPയുടെ ചില കൗൺസിലർമാരുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി BJPയുടെ ചില ആളുകൾക്ക് UDFന് BJP അല്ലെങ്കിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലുള്ള BJPയെ തീരെഴുതാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിച്ച BJP വിരുദ്ധരായിട്ടുള്ള BJPക്കാരെന്ന് ഭാവിക്കുന്ന ആളുകൾ അവരുടെ അടുത്ത് അവർ BJP ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. 6 മാസങ്ങൾക്ക് മുമ്പ് കൈക്കൂലി ഇടപാടുമായി ബന്ധപ്പെട്ട് ചെയർമാനായിരുന്ന സനീഷ് ജോർജ് രാജിവെച്ച ശേഷവും തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. എന്നാൽ അന്ന് ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് UDFന് ഭരണം നഷ്ടമാവുകയായിരുന്നു. ലീഗ് CPM സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി അന്ന് വോട്ട് രേഖപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.